രാവിലെ തന്നെ അക്ഷരമാല പഠിക്കാണോ? നീ എഴുന്നേറ്റോ, ഞാനൊരു പാട്ട് പാടിയതാലോ. എന്റെ അമ്മോ, പാട്ടോ? നീ എന്തിനാ ചിരിക്കുന്നേ? ഞാൻ അതല്ലേ പറഞ്ഞത്, എന്തേലും പറ്റിയോ? എന്ത് പറ്റി? എനിക്കൊരു കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ എന്ത് അല്ലേ? ഇത് നോക്കിയേ, കാലിൽ ചെറുതായിട്ട് ബ്ലഡ് പൊടിയുന്നുണ്ടല്ലോ. എവിടെ? അയ്യോ അയ്യോ, ഇത്രയ്ക്കൊന്നും കരയാനില്ലേ സെയിം, ചെറുതായിട്ടൊന്ന് തൊലി പോയതേ ഉള്ളൂ. ചെറുതായി ഒന്നല്ല, എനിക്ക് പേടിയാവുന്നു. ഈ സെയിമിന്റെ ഒരു കാര്യം, ബഹളം ഉണ്ടാക്കി മമ്മയെ അറിയിക്കാതെ വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം. പുതിയ കാർട്ടൂൺ ആണെന്ന് തോന്നുന്നു, നല്ല രസമുണ്ട് കാണാൻ. അല്ല, അടി ഉണ്ടാക്കി വരുന്നത് പോലുണ്ടല്ലോ. അടിയൊന്നും ഉണ്ടാക്കിയില്ല, സെയിം ഒന്ന് തെന്നി വീണതാ. ഓ, അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂന്നോ? എനിക്ക് വേദനിക്കുന്നു. എന്താ എന്താ പറ്റിയേ? സെയിം ഒന്ന് തെന്നി വീണു മമ്മ. എവിടെ? ആ മരത്തിന് താഴെ. എന്നിട്ട് എന്തേലും പറ്റിയോ? ചെറുതായിട്ട് ബ്ലഡ് പൊടിയുന്നുണ്ട്. എന്നാ വേഗം ലോഷൻ ഇട്ട് നന്നായി കഴുകു, അണുക്കളൊക്കെ പോട്ടെ. വേദനാവുന്നു. വാ, ഇനി എവിടെ ഇരിക്കെ, നമുക്ക് കാർട്ടൂൺ കാണാം. ഹാപ്പി കിഡ് സമാധാനായേ. ഇനി ചെടികളെല്ലാം പുറകെ പോരട്ടെ. ഭയങ്കര ചിരിയാണല്ലോ. ഇതേതാ കാർട്ടൂൺ? പുതിയതാണെന്ന് തോന്നുന്നു. പുതിയതാ, നല്ല കോമഡിയാണ് ഈ കാർട്ടൂണ്. ഞാൻ ഇപ്പൊ വരാം സെയിം, നീ മാറ്റല്ലേ. മമ്മ, ചായ ഇതാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, കുടിച്ചല്ലാമീ. കഴിഞ്ഞോ സെയിം? ഇല്ല, ലുവായി വാ വാ, കാർട്ടൂൺ. ലുവായി എവിടെ? കാണാനില്ലല്ലോ. ലുവായി ടേബ് എന്തോ കേടായി, അത് റിപ്പയർ ചെയ്യുന്ന തിരക്കില. ഓ, വെറുതെ അങ്ങനെ ടാബ് ശരിയായി. എന്താ എന്ത് പറ്റി? ലുവായി കാല് ചവിട്ടി. അയ്യോ സോറി സെയിം, ഇറ്റ്സ് ഓക്കേ. പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ, വാ ഇറങ്ങി വാ. അതെന്റെ ഫ്രണ്ടാണല്ലോ, മമ്മ ഒന്ന് സംസാരിച്ചിട്ട് വരാം. നമുക്ക് അവിടേക്ക് പോവാം. ആ കാറ് കണ്ടോ ലുവായി? പപ്പയോട് നമ്മുടെ കാറ് മാറ്റി അതുപോലെ ഒരെണ്ണം വാങ്ങാൻ പറയണം. പേടിച്ചിട്ടൊന്നുമില്ല, അവനൊന്ന് ചാടിയതാ അല്ലേ? അല്ല പിന്നെ, ഇതൊക്കെ എന്ത്? ഇത് പഴയ ടോയ് അല്ലേ? ഇത്രയും നാളെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ വർക്ക് ചെയ്യുന്നു. ഞാനൊന്ന് നോക്കട്ടെ. ഇതാണോ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ? ഇത് കേടായ സാധന, വർക്കൊന്നും ചെയ്യുന്നില്ല. കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ കേടായില്ലെന്ന്. ഞാനൊരു എയർ വെച്ച് കൊടുത്തോണ്ടാ അത് വർക്ക് ചെയ്തത്. അത് ശരിയാ, നീ എറിഞ്ഞത് കൊണ്ട് അത് വർക്കായി. താങ്ക് യു സെയിം. ആയിക്കോട്ടെ. എന്തൊരു ടേസ്റ്റ് ആണ് നൂഡിൽസിന്. നല്ല ടേസ്റ്റ്. എനിക്കും പഠിക്കണമെന്നുണ്ട് നൂഡിൽസ് ഉണ്ടാക്കാൻ. നീ പഠിക്കണ്ട, പിന്നെ ടേസ്റ്റ് ഇല്ലാത്ത നൂഡിൽസ് കഴിക്കേണ്ടി വരും. അയ്യേ, അത് ശരിയാ. ഹായ്, ഇത് എത്ര പൂക്കളാ വിരിഞ്ഞിരിക്കുന്നേ. എല്ലാം പറിച്ചെടുക്കാൻ തോന്നുന്നു. ഒന്ന് പറിക്കാം. അയ്യോ,
എന്താ സെയിം? ഒന്നുമില്ല. നോക്കിയേ, ഒരു എലി. മമ്മ മമ്മ, എലി അതിനെ പിടിക്കലുവായി. പിന്നെ എനിക്ക് പേടിയാ. അതിനെ പിടിക്കണല്ലുവായി, അല്ലെങ്കിൽ ഡ്രസ് എല്ലാം കീറിക്കളയും. ദാ ആ മരപ്പത്തിനുള്ളിൽ കേറിയിരിക്കുന്നു. ഞാൻ ഇതിലൂടെ കമ്പിട്ട് കുത്താം. അതിലൂടെ വരുമ്പോ നീ പിടിച്ചോ. നിങ്ങൾ രണ്ടുപേരും ഉറങ്ങിയോ? ഇല്ല. എന്താ? എനിക്കൊരു സംശയം. ചോദിച്ചോ. ശരിക്കും ഈ ഗോസ്റ്റ് ഒക്കെ ഉണ്ടോ? നല്ല സംശയ. നിനക്ക് ഇപ്പോഴാണോ അത് ചോദിക്കാൻ തോന്നിയത്? പറയാ ആരേലും. ഗോസ്റ്റ് ഒന്നുമില്ല. അങ്ങനെയൊക്കെ നമ്മൾ സിനിമയിൽ മാത്രമേ കാണൂ. അത് ആളുകൾ അഭിനയിക്കുന്നതല്ലേ. ഓ, അങ്ങനെയാണോ? അപ്പൊ ഗോസ്റ്റ് ഇല്ലേ? അതാ ഗോസ്റ്റ്. അയ്യോ അമ്മേ, ഗോസ്റ്റ്. അമ്മേ, ഗോസ്റ്റ്. എന്താ? എന്തു പറ്റി? ഈ സെയിം പേടിപ്പിക്കുന്നു. ഇല്ല, ഇനിയില്ല മമ്മ. അവിടെ എന്താ ഫുഡ്? നമ്മൾ എന്താ കഴിക്കാൻ പോകുന്നേ? അത് അവിടെ എത്തട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഇനി പറഞ്ഞു, എന്ത് വേണം കഴിക്കാൻ? എനിക്ക് ചിക്കൻ സൂപ്പ്. എനിക്ക് നൂഡിൽസ്. എനിക്ക് ചിക്കൻ ബിരിയാണി. എനിക്ക് ചപ്പാത്തി. ഓക്കെ. അയ്യോ സാർ, ചിക്കൻ സൂപ്പ് ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് വേണം. എന്താ നീ കാണിക്കുന്നേ? കരച്ചില് നിർത്ത്. എന്റെ ചിക്കൻ സൂപ്പ്. അയ്യോ, ഞാൻ നോക്കട്ടെ ഉണ്ടോന്ന്. അയ്യോ, ഉണ്ട്, ചിക്കൻ സൂപ്പ് ഉണ്ട്. അയ്യേ, ഒരു സൂപ്പിന് വേണ്ടി. അയ്യേ. ഇതാ ഇപ്പൊ യോഗ പഠിപ്പിക്കുക. അത് നോക്കി ഞാനും പഠിക്കും. പഠിച്ചത് തന്നെ. നീ വായടച്ചേ, അല്ലെങ്കിൽ വല്ല പ്രാണിയും കേറും. അല്ല, എന്റെ മോനിത് എന്തു പറ്റി? അയ്യോ, ശല്യം ചെയ്യാതെ. സെയിം യോഗ പരിശീലിക്കുക. ഓ, യോഗയാണോ? ചെയ്തു. ഇതെന്തായി കാണിക്കുന്നേ? എന്റെ കാല് പിടിച്ചോലോ വായി. ദാ ഇവിടെ ഇരുന്നോ, ഉളുക്കിയതാ. എനിക്കൊരു കുഴപ്പമില്ല. ഇത് മമ്മ കാണില്ലേ? വേഗം മാറ്റി വെക്കാം. എന്താ സെയിം? നിന്നെ കാണുന്നില്ലല്ലോ. ഞാൻ എവിടെയുണ്ട് മമ്മ? ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുക. ഇതെന്താ, ഒരു ചെടീന് കുറവുണ്ടല്ലോ. അതല്ലേ മമ്മ ഇത്? അയ്യോ, നശിപ്പിച്ചല്ലോ. സെയിം, അയ്യോ, ഞാൻ ഇവിടെ ഇല്ലേ? നല്ല രസമുണ്ടല്ലോ ഇന്നത്തെ പഴത്തിന്. അയ്യോ, എനിക്ക് വയ്യേ. എന്നെ നടു. അയ്യോ, സോറി ലുവായ്. ഞാൻ എന്തോ ഓർത്തിട്ട് പോയതാ. സോറി ഒന്നും എനിക്ക് വേണ്ട. നീ തന്നെ വെച്ചോ. വേണ്ട. എന്താ പിള്ളേരെ, മാറി നിൽക്ക്. ഇല്ല, ഇയാൾ എന്താ ചെയ്യാ? മാറി നിൽക്കാനല്ലേ പറഞ്ഞത്? അയ്യോ, ഓഹോ, അത്രയ്ക്കായോ?
കരാട്ട പഠിക്കാൻ പോയതല്ലേ? അതെനിക്കറിയാം, കരാട്ട പഠിക്കാൻ പോയതിന്റെ കാര്യം. എല്ലാവരും വാ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഓക്കെ അമ്മേ, ദാ വരുന്നു. എന്താ ഒരു മഴ! എനിക്ക് മഴ പെയ്യുമ്പോ മടിയാവുന്നുണ്ടോന്നൊരു സംശയം. വേഗം കഴിച്ചെഴുന്നേൽക്ക്, അല്ലെങ്കിൽ സ്കൂൾ ബസ് പോവും. ശരിയാ, വേഗം. ബൈ. Rain, rain, go away, Come again another day. അയ്യോ, ജെയിം അല്ലേ കരയുന്നത്? നീ എന്തിനാ കരയുന്നേ? എന്റെ ലഞ്ച് ബോക്സ് എടുത്തില്ല, മറന്നുപോയി. സാരല്ല, ഒരു ദിവസല്ലേ. അയ്യടാ, എനിക്ക് വിശപ്പ് കഴിക്കാൻ വയ്യേ. നീ ഒന്ന് കരയാതിരിക്കേ, എന്തെങ്കിലും വഴിയുണ്ടാവും. നീ വീണ്ടും തുടങ്ങിയോ? തുടങ്ങി. എന്താ? ഒന്നുമില്ല, അമ്മയുടെ അന്നത്തെ അടി ഓർമ്മയുണ്ടായാ മതി. അത് ഞാൻ നോക്കിക്കോളാം, നീ പോയി ഗെയിം കളിക്കിട്ടോ. അല്ലേ, ഞാനും വരാം കളിക്കാൻ. അയ്യോ അയ്യോ, പെയിന്റ് ആയല്ലോ. ഇന്ന് അമ്മേന്റെ അടി ഉറപ്പാ. ഇനി എന്ത് ചെയ്യും? അമ്മ വരുന്നതിന് മുമ്പ് ഇത് കൊണ്ട് തുടയ്ക്കാം. വാവ്, ക്ലീൻ ആയല്ലോ. പെയിന്റ് മണ്ണെന്ന് പറയുകയേ ഇല്ല. ഛേ, അന്നും ഇതുപോലെ ചെയ്താ മതിയായിരുന്നു. ഉച്ച ആവാറായി, മാറ്റി ഉറങ്ങിയത്. രണ്ടുപേരും എഴുന്നേൽക്ക്. കൊച്ചൂടെ ഉറങ്ങട്ടെ ലാമി. ലുവായ്, നീയല്ലേ പറഞ്ഞത് നമുക്കിന്ന് മുത്തശ്ശന്റെ ഫാം ഹൗസിൽ പോകാമെന്ന്? ഞാൻ മുത്തശ്ശനെ വിളിച്ചിരുന്നു, വരുന്നൊന്നും പറഞ്ഞില്ല. അവിടെ ഉണ്ടോന്നൊന്ന് അറിയാനാ വിളിച്ചത്. ഞാനത് മറന്നു. എഴുന്നേൽക്ക്. അപ്പൊ ഇന്ന് ഫുട്ബോൾ കളിക്കണ്ടേ? വെക്കേഷൻ കഴിയാൻ കൊറേ ദിവസം ഉണ്ടല്ലോ. ഇന്ന് നമുക്ക് ഫാം ഹൗസിൽ പോവാം. അല്ല രാമി, ഫാമില് നാളെ പോയാലോ? വേണ്ട വേണ്ട, ഇന്ന് നമ്മൾ ഫാം ഹൗസിൽ പോകുന്നു, മുത്തശ്ശനെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത വീക്ക് നമ്മളും ഗ്രാൻഡ് പായും ടൂർ പോകുന്നു. എന്നാ ഞാൻ റെഡി. എന്നാ രണ്ടുപേരും വേഗം ഫ്രഷ് ആയി വാ. ഞങ്ങൾ റെഡി. ലുവായ്, ലാമി, നേരം വെളുത്തു, എഴുന്നേൽക്ക്. ലുവായ്, ശല്യപ്പെടുത്താതെ ലാമി, എഴുന്നേൽക്ക്. ഓ, ഇത് വലിയ കഷ്ടായല്ലോ. ഇന്ന് സ്കൂളിലൊന്നും പോവാനില്ലല്ലോ. പിന്നെ എന്തിനാ സെയിം ഇങ്ങനെ വിളിച്ചു ഉണർത്തുന്നത്? അതെ, രണ്ടുപേരൊന്ന് എഴുന്നേറ്റിരുന്ന്, ഒരു സർപ്രൈസ് ഉണ്ട്. എഴുന്നേൽക്ക്. എന്താ സെയിം, ഒന്ന് വേഗം പറ. ഞാൻ പറയും. പറയ്. ആരും ഞെട്ടരുത്. പറയുന്നുണ്ടോ ഇല്ലയോ? പറയാം. അതെ, നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേയാ. ഇതാണോ ഇത്ര വലിയ സർപ്രൈസ്? കിടന്നു ലാമി, നാളെ എന്റെ. ഇവരോടൊരു കാര്യം പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ഇനിയിപ്പോ തെറ്റിപ്പോയോ? പറയാം. അതെ, നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേയാ. ശരിയാണല്ലോ, ഞാൻ അത് തന്നെയാ പറഞ്ഞത്. അല്ലെങ്കിലും ഇവരോട് ഇതൊക്കെ പറഞ്ഞ എന്നെ പറഞ്ഞാ മതി. ലാമി, എഴുന്നേൽക്ക്. ലൈറ്റ് ഇടരുത്, ഞാൻ ചെന്ന് വിളിക്കാം. ഓക്കേ. എഴുന്നേൽത്തേ. ഹാപ്പി കിഡ്, ഇതെന്താ രാത്രിയില്? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ സെയിം. ഹാപ്പി ബർത്ത്ഡേ ഡിയർ സെയിം. ഹാപ്പി ബർത്ത്ഡേ ടു യു. യാഹൂ!
പകല് സങ്കടപ്പെട്ടതിന് മാത്രം ഈ രാത്രിയിൽ ജെയിമിന് സന്തോഷായോ? ജെയിമിന് സർപ്രൈസ് തരാൻ ഹാപ്പി കിറ്റ് പറഞ്ഞു തന്ന ബുദ്ധിയായിരുന്നു അത്. ഹാപ്പി കിറ്റ് സമ്മാനമൊന്നും തന്നില്ലല്ലോ. ശരിയാണല്ലോ. ദാ ബൈ.